എല്ലാ ചങ്ങായിമാർക്കും നമസ്കാരം. കസിം ഭായിയാണ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരാര് വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവച്ചുള്ള വീഡിയോ കേട്ടോ. അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് നേരെ പോയി നമ്മുടെ പേരാര് വീട്ടിലോട്ട് കേട്ടോ. ബസ്സിലിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഏകദേശം ഇരുട്ടി തൊട്ട് പേരാവൂർ എത്തുന്നവരെ മഴയായിരുന്നു കേട്ടോ. കയ്യിൽ കുടയില്ലാത്തിട്ട് കുറേ നേരം കടയുടെ വാതിക്കൽ കയറി നിന്നു. അപ്പത്തേക്കും മഴയൊക്കെ ചോർന്നു കേട്ടോ. പിന്നെ ഇതാ വീട്ടിലോട്ട് പതുക്കെ നടന്നേ. കാരണം നമുക്ക് അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്താം. നടന്നു പോകാൻ 1 കിലോമീറ്റർ കേട്ടോ. എനിക്ക് നടന്നു പോകാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കയ്യിൽ കൂടുതൽ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓട്ടോറിക്ഷയ്ക്കായിരിക്കും വരിക, അല്ലെങ്കിൽ നടന്നു വരും കേട്ടോ. പിന്നെ ഈ ഇടവഴിയിലൂടെയുള്ള യാത്ര അതെനിക്ക് ഭയങ്കര സുഖകരം കേട്ടോ. അതല്ലെങ്കിൽ വീടിൻ്റെ മുറ്റം വരെ ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതലും ഈ വഴി കേട്ടോ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ആ വീട്ടിലോട്ട് പോകുമ്പോഴേ ഈ ഇടവഴിയിലൂടെ നടന്നു പോകുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. പഴയ ഈ ഒരു കാലത്തിലൊരു നോസ്റ്റാൾജിയ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ കൂട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഇത്തരം പാതകളും ഈ മൺതിട്ടകളൊക്കെ. കാര്യം ഈ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ വീഡിയോയിൽ ആ ഇടവഴികളും ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ 3 ആൾക്കാർ എന്നെ ഇങ്ങനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ പക്രുവിൻ്റെ മക്കളാട്ടോ. പക്രു എന്നാണ്ടോ അതിന് ചെറുപ്പം തൊട്ട് വിളിച്ചിരിക്കുന്നത്. പിന്നെ അവളെ പേര് പക്രു തന്നെ ആയി. അപ്പൊ അവിടെ കന്നിപ്രസവത്തിൽ പിരിഞ്ഞ 3 മക്കളാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവർ ഇത്രയും വലുതൊന്നും ആയില്ല, കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങുന്നുള്ളൂ. അപ്പൊ ആൾക്കാർ കണ്ടെല്ലാം തുറന്ന് മുറ്റത്ത് കൂടെ കൂടി നടക്കുന്ന സമയമായിട്ടോ. ഇവിടെ പൂച്ചകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച മേളങ്ങൾ തന്നെ ഈ വീട്ടിലാട്ടോ. പക്ഷെ എല്ലാവരും അനുസരണയുള്ള പൂച്ചകളാണെന്നുള്ള ഏറ്റവും വലിയ രസം. ഇങ്ങനെ നമ്മുടെ വീട്ടിലെ പുറത്തെ കുത്തംകെട്ട പൂച്ചകളൊന്നുമല്ല, എല്ലാവരും നല്ല മക്കളായിട്ടുള്ള പൂച്ചകളാണ്. അങ്ങനെ വീടിന്റെ ബേക്ക് ഭാഗത്ത് കൂടെ നടന്നപ്പോഴേ നമ്മുടെ ഒരു മൾബറി മരം കണ്ടേ. ഇവിടെ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെ 2 മൾബറി മരം ഉണ്ട്. വീടിന്റെ മുറ്റത്ത് ഒരെണ്ണം, അതിന് വീടിന്റെ പിൻഭാഗത്തായിട്ട് ഒരു മരം നിറച്ച് മൾബറിക്ക് ഉണ്ടാകുന്ന സമയം കേട്ടോ. ആ സമയത്ത് കുറേയൊക്കെ ഇവിടെ ജ്യൂസ് അടിച്ച് കുടിക്കും. ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പഴുത്ത് പറിച്ച് ജ്യൂസ് അടിച്ച് നമ്മുടെ മുന്തിരി ജ്യൂസിന്റെ ടേസ്റ്റും ഏകദേശം അതേ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ പുറകെ ചിപ്പൂട്ടിയും വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒരാഴ്ചത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു വർഷത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ആട്ടുംകൂട്ടിലോട്ട് എത്തി. അപ്പൊ ആട്ടുമാമകളൊക്കെ എൻ്റെ വിശേഷം ഒന്ന് കണ്ടുതരാം. ആരെ പാവം? ചങ്കി ശുങ്കി ശുങ്കിയാ പിന്നെ ചങ്കി ചുങ്കി ചിങ്കി ചങ്കി ചിങ്കി ചുങ്കി ചുങ്കി. അങ്ങനെ അമ്മണീന്റെ 3 മക്കൾക്ക് അവർ പേരിട്ടു കേട്ടോ. 3 കുട്ടന്മാരായതുകൊണ്ട് കുരുത്തക്കേടിന്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുരുത്തക്കേടിന്റെ നമ്പർ 1 ആയതുകൊണ്ടാട്ടോ കൂട്ടിലിങ്ങനെ അടച്ചിടാൻ കാരണം. പുറത്തു വിട്ട അവന്മാർ ആദ്യം വരുന്നത് അടുക്കളയിലോട്ടാണ്, അല്ലെങ്കിൽ പിള്ളേരെ പൊക്കത്തോട്ട്, അല്ലെങ്കിൽ നമ്മളെവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തലയിലോട്ടൊക്കെ കീറും അവന്മാർ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അവരെ ഇട്ടേക്കുന്നത്. പിന്നെ ഇതാ ഈ കമ്മലൊക്കെ ഇട്ടിരിക്കുന്ന 3 സുന്ദരിമാരെ നിങ്ങൾ കണ്ടോ? ഈ കമ്മല് പശുക്കൾക്ക് ഇടുന്ന എന്തിനാണെന്നറിയാമോ? പശുക്കളുടെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ കാതുമേ. ആ നമ്പർ അവർക്ക് പിന്നെ പശുക്കളുടെ രോഗം അല്ല പശുക്കളുടെ വയസ്സൊക്കെ അറിയാൻ കമ്പ്യൂട്ടറിൽ ക്ലിയർ ചെയ്ത് വെക്കുന്ന എത്രയാ ഇങ്ങനെ കൺമല്ലിടുന്ന ഇത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനായിരിക്കും ഇൻഷുറൻസ് ചെയ്യുന്ന പശുക്കളെ കമ്മലിടുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു നമ്പർ, ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന കേട്ടോ പറയുന്നത്. അങ്ങനെ വീടിൻ്റെ ഉള്ളിലോട്ട് വന്നു. സന്ധ്യാസമയം ആയിക്കൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കും, അവിടുത്തെ ഇതെല്ലാം പശുക്കളെയും ആടുകളെയൊക്കെ നോക്കിയിട്ട്. പിന്നെ ഞാൻ 1-2 ദിവസമൊക്കെ അവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക പുല്ലിനൊക്കെ പോകട്ടോ ഉമ്മാൻ്റെ കൂടെ. അങ്ങനെ ചിപ്പൂട്ടി ഭയങ്കര എഴുത്തും പഠിത്തമൊക്കെയാണ്. എന്നെ കണ്ടാൽ പ്രത്യേകിച്ചൊരു എഴുത്തും എന്നെ കണ്ടാൽ പ്രത്യേകിച്ചൊരു പഠനമൊക്കെ ഉണ്ട്. വായിച്ചു പറഞ്ഞോ? വൃത്തിക്ക് എഴുതി പഠിക്കണേ. അങ്ങനെ ചിപ്പുട്ടി LKG UKG എല്ലാം കഴിഞ്ഞ് ഇനി 1ാം ക്ലാസ്സിലോട്ടാട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല. അപ്പോൾ അക്ഷരങ്ങളൊക്കെ മറന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇംഗ്ലീഷിൽ എഴുതിച്ചൊക്കെ നോക്കിയപ്പം ABCD ഒക്കെ അവിടെ ഇവിടെയൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഒന്നും കൂടി ഞാൻ ഒന്ന് എഴുതി കൊടുത്ത കേട്ടോ. പിന്നെ ഞാൻ അവൾക്കൊരു ചിത്രം പറയും, ഉപ്പ ഒരു ചിത്രം വരച്ച ഉപ്പ റോസാപ്പൂ വരച്ച ഉപ്പ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. എന്നെ കണ്ടാൽ ചിപ്പൂട്ടിക്ക് മെയിനുള്ള ആവശ്യമാണ് ചിത്രം വരപ്പിക്കുക. അങ്ങനെ അവളെ സ്ട്രെയിറ്റ്ലി അവൾക്ക് റോസാപ്പൂ വരച്ചു കൊടുത്തു. ഇങ്ങനെ കേട്ടോ ചിപ്പു പെട്ടെന്ന് റോസാപ്പൂ വരക്കുന്നതെന്നൊക്കെ. അവൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ്, അവൾ ചെറുതായിട്ട് വരയ്ക്കുകയും ചെയ്യും. മൂത്ത ആൾക്കാർ 2 പേരും കുഴപ്പമൊന്നുമില്ല, ചിത്രമൊക്കെ വരയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ.
ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒട്ടും വലിയ മോശമൊന്നും അല്ലായിരുന്നു. ചുമ്മുള്ള ബുക്കിനകത്തെല്ലാം പടം വരച്ചു നോക്കലായിരുന്നു എൻ്റെ മെയിൻ ഹോബി. സീനറി വരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പൂക്കൾ വരയ്ക്കുക, അല്ലെങ്കിൽ ലാലേട്ടനെ വരയ്ക്കുക, അതൊക്കെ തന്നെ. മെയിനായിട്ട് നമ്മൾ മംഗളത്ത് മനോരമയിലെ ചിത്രങ്ങൾ നോക്കിയുള്ള വരയായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ ഹോബി. പിന്നെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പൂക്കളെ വരയ്ക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് ടഫായിട്ട് റോസാപ്പൂ ആയിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും അധികം സിമ്പിളായിട്ട് ഞാൻ വരയ്ക്കുന്ന ഒരു കാര്യം റോസാപ്പൂ കേട്ടോ. ഇത് വെറുതെ ഒന്ന് വരച്ച് നോക്കിയതാട്ടോ ചിപ്പുട്ടി സ്ലേറ്റിൽ. അങ്ങനെ അന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുക കേട്ടോ. അപ്പോൾ രാവിലെ വെളുപ്പിന് പോവുകയാണ്. 6:30 ആയിട്ടുള്ളൂ. ചിപ്പുമോനും ചിപ്പാനും മദ്രസയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് പോവുക കേട്ടോ. എന്തായാലും ഇന്ന് അവർക്ക് ഭയങ്കര സന്തോഷം രാവിലെ. അല്ലെങ്കിൽ അവരൊറ്റയ്ക്കല്ല എന്നും പോകുന്നത്. ഇന്ന് ഞാനും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് നേരെ ഡ്യൂട്ടിക്ക് പോകണം. ഇതാട്ടോ അവർ പഠിക്കുന്ന മദ്രസയും പള്ളിയും എല്ലാം കൂടിയും. പേരവർ ജുമാ മസ്ജിദാണ്. അപ്പോൾ അവരെ മദ്രസയിലോട്ട് പറഞ്ഞു വിട്ട് ഞാൻ ബസ് കാത്ത് നിൽക്കുക കേട്ടോ. ഇവിടുന്ന് ഇനി ഇരിട്ടിക്ക് പോകണം. ഇരിട്ടിയിൽ നിന്ന് നമ്മുടെ എടൂർക്കും പോകണം. അത്ര കേട്ടോ. കാത്തുമ്പത്തേക്ക് ഒരു നമ്മുടെ ഇരിട്ടി ബസ് വന്നു. അതിന് കയറി ഞാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് പോകാൻ മറക്കരുതേ. ഫോളോ ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.